ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട് ഇതിന്റെ പടത്തിന് ഇൻസൈറ്റിംഗ് പോയിന്റ് ഭയങ്കര അടിപൊളിയാണ്. കണ്ടന്റ് ഭയങ്കര അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കണ്ടന്റ് ആണ്. നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഇങ്ങനത്തെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിനൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ട്. സോ ഈ പടത്തിന് ആദ്യം കാണിക്കുമ്പോഴേക്കും നമ്മൾ ആസ് എൻ ഓഡിയൻസ് നമ്മൾ ഭയങ്കര ക്വസ്റ്റ്യൻ, ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്നൊക്കെ നമ്മൾ ഇതാക്കുമെങ്കിൽ പോലും ഇവഞ്ച്വലി ആ സിനിമയിൽ നല്ല രീതിക്ക് അതിൻ്റെ ഫോർഷാഡിങ് നല്ലോണം വരുന്നുണ്ട്. ആൻഡ് അത് ഭയങ്കര രസമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി നല്ലതാണ്. അൺനെസസറി വയലൻസ് ഇല്ല. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഭയങ്കര രസമുണ്ട്. അൺനെസസറി സോങ്സ് ഇല്ല. ആൻഡ് ഹീറോയിൻസ് വെറുതെ വന്നു പോകുന്ന ആ ഒരു സംഭവം ആക്കിയിട്ടില്ല. ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഈ പടത്തിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നാനി വളരെ സട്ടിലായിട്ട് ഈ സാധനം ചെയ്തിട്ടുണ്ട്. വെറുതെ ഷോ കേസ് അങ്ങനത്തെ സംഭവം ചെയ്തിട്ടില്ല. ഡയലോഗ്സ് വർ ഗുഡ്. ആൻഡ് അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഭയങ്കര ഒരു അഡ്രിനാലിൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എവിടെയും ഒരു ലോ പോയിന്റ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി അതിൻ്റെ ആ തേർഡ് പാർട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഫോർത്തിലേക്ക് വരുമ്പോഴേക്കും നല്ല സ്റ്റാൻഡേർഡിലേക്ക് തന്നെയാണ്, ഒരു ഹയർ സ്റ്റാൻഡേർഡിലേക്ക് തന്നെയാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഹിറ്റ് ഭയങ്കര തേർഡ് പാർട്ടാണ് ഇപ്പോൾ 1നേക്കാൾ 2നേക്കാളും കുറച്ച് നല്ലതെന്ന് തോന്നിക്കുന്നത്. ഫോർത്ത് പാർട്ടിലേക്ക് വരുന്ന പുതിയ ആളുടെ ആ ഒരു ക്യാമിയോ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് അത് നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളും കൂടിയാണ് വരുന്നത്. സോ അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലിരുന്ന് ഈച്ച എന്ന മൃഗത്തിലെ കഥാപാത്രമല്ലേ. ഇനി നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഓർമ്മ വരും. ഹിറ്റ് പറഞ്ഞിട്ടായിരിക്കുമല്ലേ? ഹിറ്റാവും തീർച്ചയായിട്ടും. സിനിമ അടിപൊളി സിനിമയായിരുന്നു. നല്ല വയലൻസ് കണ്ടിരുന്നു പോകും. ഫൈറ്റൊക്കെ നല്ല സൂപ്പർ ഫൈറ്റായിരുന്നു. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഫൈറ്റ് ഉണ്ടായിരുന്നു. അടിപൊളി പടം. വയലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോസിറ്റീവ് വയലൻസ് ആണോ അതോ നെഗറ്റീവ് അടിക്കത്തില്ല. വയലൻസ് ആണെന്ന് പറഞ്ഞാൽ പോലെ നെഗറ്റീവ് അടിക്കത്തില്ല. ഫീൽ ഗുഡ്, ഒരു ഫീൽ ഗുഡ് വയലൻസ് ആയിരുന്നു. വയലൻസിന് അങ്ങനെ പറയാവുന്ന എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഇസ് വെരി സൂപ്പർ. നമ്മുടെ മാർക്കോ അപേക്ഷിച്ച് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? വയലൻസിന്റെ രണ്ട് രീതിയിലാണ്. മാർക്കോ കവച്ചു പോയി. മാർക്കോ ഇതിലും ബൈക്കിലെ വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പടം നല്ല അടിപൊളി പടമാണ്. വയലൻസിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കും. പിന്നെ മാർക്കോന്റെ കുറച്ചും കൂടെ മേലെ വന്നതെങ്കിലേ ഉള്ളൂ. മാർക്കോന്റെ താഴോട്ട് വരുന്നില്ല അതിന്റെ വയലൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് വയലൻസ് കുറവാണ്. സെക്കൻഡ് ഹാഫാണ് വയലൻസ് മൊത്തം ഉള്ളത്. സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സിനിമ പൂർത്തിയാവുന്ന രീതിയിൽ കാണാൻ പറ്റുള്ളൂ. വയലൻസ് ഉണ്ടെങ്കിൽ അതിപ്പം നാനി അവരുടെ ഇപ്പം കരിയറിൽ തന്നെ ഏറ്റവും ഒരു മികച്ച രീതിയിലുള്ള ഒരു സിനിമ ആണെന്ന് തന്നെ പറയാം. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഇപ്പൊ വയലൻസ് ഉള്ളതുകൊണ്ടാണ് വയലൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. യൂത്തിന് കുറച്ചും കൂടെ സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളത്. വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബാഡ് വയലൻസ് അല്ല. അത് ആ ഒരു നിയമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വയലൻസ്, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വയലൻസ് ആണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് സിനിമ പോലെ തന്നെ സൂപ്പർ ഹിറ്റ് പടമാണ്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എല്ലാം കൊണ്ട് അടിപൊളി ഒരു സിനിമയാണ്. നാനി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു മികവിറ്റ പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. വയലൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? മാർക്കോ പോലെ അത്ര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും ഉണ്ട് വയലൻസ്. മാർക്കോയെക്കാളും ഹെവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാലും അത്യാവശ്യം ഒരു വയലൻസ് അങ്ങനെ പറയാം. ഇതിൻ്റെ ട്രെയിലറൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്ര വയലൻസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ആ ക്ലൈമാക്സിൽ എനിക്ക് വരുമ്പോഴത്തേന് വയലൻസ് അടിപൊളിയായിട്ട് വരും. പടം നല്ല അടിപൊളി പടമാണ്. കണ്ടിരിക്കാൻ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. പിന്നെ വയലൻസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. വേറെ സ്റ്റോറിയൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ എനിക്ക് ഒന്നുകൂടെ സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. വയലൻസ് എന്ന് പറഞ്ഞാൽ മാർക്കോ മൂവിയെ പോലുള്ള മാർക്കോനേക്കാൾ ഹെവി വയലൻസ് ആയിരുന്നു. വയലൻസ് ഉള്ളതുകൊണ്ടാണോ സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വയലൻസ് ഉള്ളതുകൊണ്ടല്ല, സ്റ്റോറി നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ്. ഫസ്റ്റ് ഹാഫിൽ അത്രയും അങ്ങോട്ട് മനസ്സിലാവില്ല സ്റ്റോറി. ഹിറ്റ് മൂവി അത്യാവശ്യം നല്ല വയലൻസ് ആക്ഷനും എല്ലാം ഒരു നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. CG ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മൂവിൻ്റെ ആക്ഷൻ രംഗങ്ങൾ നമ്മുടെ മാർക്കോവിനൊക്കെ വെല്ലുന്ന തരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു തെലുങ്ക് മസാല സിനിമ, അതായത് ആക്ഷൻ, ആ ഒരു തെലുങ്ക് സിനിമേൻ്റെ എല്ലാ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു സിനിമയാണ്.
കൊള്ളാം, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. ബട്ട് ഫാമിലി ഓഡിയൻസ് അല്ല, കൂടുതൽ യൂത്തും ആക്ഷനും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മൂവിയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മൂവി. മോർ ദാൻ ഹാഫ് ആൻ അവർ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മൂവിയാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ മാർക്കോ പോലത്തുള്ള ആക്ഷൻസ് ആണോ അതോ വയലൻസ് നല്ല എക്സ്ട്രീം ലെവലിൽ വയലൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ CG ആണ് അതിൽ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ CG വർക്കൗട്ട് ആയിട്ടുണ്ട് അതിൽ. പല രംഗങ്ങളും ചെറിയ കുട്ടിനെ കാണിക്കുന്ന സീനായാലും അതിലൊക്കെ CG അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടാക്ക് ഹിറ്റ് 3 അടിപൊളിയായിരിക്കും. ഇനി 4th പാർട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് തമിഴ് ആക്ടറാണ് അഭിനയിക്കുന്നത്. എല്ലാം കൊണ്ടും അടിപൊളി പടമാണ്. ത്രില്ലിംഗ് ഉണ്ട്, ബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് പടത്തിൽ. ഓക്കെ, മാർക്കോ ആണോ ഹിറ്റ് 3 ആണോ വയലൻസ് കൂടുതൽ? ബാലൻസ് മാർക്കോയിലാണ് കൂടുതൽ. പക്ഷേ ഇത് നല്ല ത്രില്ലിംഗ് ഉണ്ട്, ബാലൻസ് കാണുക മൊത്തത്തിൽ അടിപൊളിയാണ്. ഓക്കെ.